ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവരാജ്യത്തിനും സ്വന്തം കുടുംബത്തിനുമൊക്കെ പ്രയോജനപ്പെടേണ്ടുന്ന പലരും പിന്നിലേക്ക് പോയി അവർ പ്രയോജനമില്ലാത്തവരായി മാറുന്നത് നമ്മൾ കാണാറുണ്ട്. ആത്മീകമായിട്ടൊരു വ്യക്തി മുന്നേറാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി ദൈവഹിതത്തിൻ്റെ അകത്തും ദൈവ പദ്ധതിക്കകത്താണെങ്കിൽ പോലും ആ വ്യക്തിയുടെ മാനസിക മേഖലകളെ തകർക്കുന്ന, മുന്നോട്ട് പോകാതിരിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ആ വ്യക്തിയുടെ മുമ്പിൽ വരും. പ്രാർത്ഥനയിലും ദൈവകൃപയിലുമൊക്കെ അതിനെ ആര് തിരിച്ചറിഞ്ഞ് പരിശുദ്ധാത്മശക്തിയാൽ ജയിച്ചു മുമ്പോട്ട് പോകുന്നോ ആ വ്യക്തിക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ നമുക്കറിയാം, കള്ളന്മാരും തടവുകാരും കുറ്റവാളികളും എല്ലാം ഉണ്ടായിട്ടും മെലീത്തയിൽ വെച്ച് ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടുന്ന പൗലോസിൻ്റെ കയ്യിലാണ് അണലി കയറി പിടിച്ചത്. മറ്റനവധി ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവർക്കാർക്കും അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അണലി പറ്റി എന്ന് മാത്രമല്ല, ഇനി അദ്ദേഹത്തിന് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്ന് അറിയാനായിട്ട് വളരെ നേരം അവിടെയുള്ളവർ കാത്തിരുന്നു എന്നാണ് പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കുറിച്ചിട്ടിട്ടുള്ളത്. ഇന്നും പ്രാർത്ഥിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവൻ്റെയൊക്കെ കുടുംബത്തിൽ എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്, ഇനി അവൻ്റെ കുടുംബജീവിതത്തിന് എന്ത് സംഭവിക്കും, ഇനി അവൻ്റെ മക്കൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നേ, ഇത്രയും പ്രാർത്ഥിച്ചിറങ്ങിയതല്ലേ, ഒരു ചെറിയ കാര്യം ഉണ്ടായാൽ ഇനിയും അടുത്തത് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്ന് നോക്കി നിൽക്കുന്ന ഒരു ലോകം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. യേശു ഉയർപ്പിച്ച ലാസറിനെ പോലും കൊല്ലണമെന്ന് പറഞ്ഞ ലോകമാണ് നമ്മൾ ജീവിക്കുന്ന ലോകം. പ്രിയപ്പെട്ടവരെ, ചില ആത്മീക വെളിപ്പാടുകൾ പരിശുദ്ധാത്മാവ് ദൈവവചന ധ്യാനത്തിങ്കൽ തന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് മാതാപിതാക്കന്മാർ ഭയങ്കര കഴിവുകളുള്ള ദൈവകൃപയിലുണ്ടായിരുന്ന അവരുടെ മക്കൾ, അവരുടെ പ്രിയപ്പെട്ടവർ പെട്ടെന്ന് ചില വിഷയങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നപ്പോൾ അവർ പിന്നിലേക്ക് പോയി എന്ന് മാത്രമല്ല, പിന്നീട് ഒരിക്കലും അവരെ പഴയ രീതിയിലേക്ക് അവർ തിരിച്ചു വരുന്നില്ല. എന്താണ് ഇതിൻ്റെ കാരണം? ദൈവം എന്താണ് അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താത്തത്? അവർക്ക് എന്താണ് പറ്റിയത്? ഞാനിങ്ങനെ ഈ ഒരു കാര്യവുമായിട്ട് ദൈവസന്നിധിയിലിരുന്ന് ദൈവവചനത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിച്ചപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. കഴിവുണ്ടെങ്കിലും അഭിഷേകമുണ്ടെങ്കിലും ദൈവകൃപയുണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മളെ മാനസികമായ സംഘർഷത്തിലാക്കും, നിങ്ങളെ മുമ്പോട്ട് പോകാൻ പറ്റാതാക്കും, മനസ്സിനെ മുറിപ്പെടുത്തും. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്ത് ഭവിക്കുന്നുവെന്ന് അടുത്തത് കാണാനായിട്ട് ചുറ്റുപാടും ചിലർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കും. അത് വചനത്തിൻ്റെ അകത്തുനിന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. ഈ സമയത്ത് വിശ്വാസമെന്ന് പറയുന്ന ഒരു ആയുധം, ഈ ഒരു വിശ്വാസമെന്ന പരിച നമ്മളെടുത്ത് നമ്മൾ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. വചനത്തിൽ നിന്ന് 2-3 തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് പറയാം. ദൈവവചനം ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ പഠിച്ചാൽ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടുന്ന, ദൈവത്തിന് ഉപകാരപ്പെടേണ്ടുന്ന ചിലർ, അവരുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ നോക്കുമ്പം അവരെ മുന്നോട്ട് വിടാത്ത പൈശാചികമായ ശക്തികൾ, ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനായിരുന്നു മോശയെക്കുറിച്ച് അറിയാത്തവരല്ല എൻ്റെ കേൾവിക്കാർ, ഇല്ലേ? പഴയ നിയമത്തിൽ ഇത്രയും ശക്തമായി ദൈവത്തെ മുഖാമുഖം കണ്ട് ദൈവം അടക്കം നടത്തിയ ആ ഒരു ദൈവമനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജനനത്തിങ്കൽ സംഭവിച്ച ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. മോശ എന്ന് പറയുന്ന ഒരു വ്യക്തി ശുശ്രൂഷയിൽ മുന്നിലേക്ക് വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തി ജീവനോട് പോലും ഉണ്ടാകാനുള്ള ഒരു കാരണം, ജനനത്തിങ്കൽ മോശ ദിവ്യ സുന്ദരനെന്ന് കണ്ട് തൻ്റെ ജീവനെ പോലും ഇല്ലാതാക്കാനുള്ള സാഹചര്യങ്ങൾ വന്നെത്തിയപ്പം വിശ്വാസമെന്ന പരിച ഫലപ്രദമായി ഉപയോഗിച്ചൊരു വ്യക്തിയാണ് മോശയുടെ അമ്മ. ഇതൊന്ന് ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. മോശയുടെ ജനനത്തിങ്കൽ നമുക്കറിയാം, മിസ്രൈമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും, ആൺകുഞ്ഞുങ്ങൾ അവരുടെ ജനന സ്ഥലത്ത് വെച്ച്, അല്ലെങ്കിൽ അമ്മമാർ അവരുടെ പ്രസവ ശയ്യയിൽ വെച്ച് കുഞ്ഞുങ്ങളെ കൊല്ലണമെന്നുള്ള കൽപ്പനയുണ്ടായി. ജനിക്കുന്നത് ആൺകുഞ്ഞാണെങ്കിൽ അവരെ നദിയിലേക്ക് എറിഞ്ഞ് കൊല്ലണമെന്നുള്ള കർശനമായ രാജകൽപ്പനയുണ്ടായി. അതിൻ്റെ കാരണവും നമുക്ക് നന്നായിട്ടറിയാം. ജനം
വർദ്ധിക്കാനും പെരുകാനായിട്ട് തുടങ്ങിയപ്പം അവരെ ഇല്ലാതാക്കുക എന്നുള്ള ബുദ്ധിപൂർവമായ ഒരു രാജാവിൻ്റെ തന്ത്രം, അത് അന്നും ഇന്നും വിജയകരമായി ദൈവരാജ്യത്തിനെതിരെ നിൽക്കുന്ന ശക്തികൾ പയറ്റിക്കൊണ്ടിരിക്കുന്നവയാണ്. ഇതൊന്നും മനസ്സിലാക്കണം. അതിൻ്റെ അകത്ത് ഒരുപാട് കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു, ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരിലായി. പക്ഷെ ഒരമ്മ തൻ്റെ കുഞ്ഞ് ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ സുന്ദരനെന്ന് കണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. മോശയുടെ ജനനത്തിങ്കിൽ മോശ സുന്ദരനായിരുന്നു. എന്ത് സൗന്ദര്യമാണ് മോശയ്ക്കുള്ളത്! ഞാൻ ചിന്തിക്കുന്നത്, മോശ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനിച്ചു വീണപ്പം ഒരിക്കലും തൻ്റെ ചുറ്റും എല്ലാവരെയും കാണത്തക്ക നിലയിലുള്ള തേജസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയോ ഉണ്ടായിട്ടുള്ളതായി, ആക്ഷരികമായിട്ടുണ്ടായിട്ടുള്ളതായി ഞാൻ ചിന്തിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു മാജിക്കൽ ബേബിയെ പോലെ ജനിച്ചപ്പം അങ്ങനെയല്ല. എബ്രായ ലേഖനം പറയുന്നു, വിശ്വാസത്തിൽ മോശയുടെ ജനനത്തിങ്കൽ കുഞ്ഞ് ദിവ്യസുന്ദരനെന്ന് അമ്മ കണ്ടു. ശരിക്കും അമ്മയുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ ആ കുഞ്ഞിലേക്ക് എത്തിയപ്പോൾ അമ്മയ്ക്കൊരു കാര്യം മനസ്സിലായി. മൈ ചൈൽഡ് ഈസ് എ ഡിവൈൻ ചൈൽഡ്. എൻ്റെ കുഞ്ഞ് ഒരു ദിവ്യസുന്ദരനാണ്. അതിൻ്റെ അർത്ഥം കുഞ്ഞിൻ്റെ മുഖത്തിന് ചുറ്റും തേജസ് ഉണ്ടെന്നോ, അല്ലെങ്കിൽ നമ്മൾ ചില ചിത്രങ്ങളിൽ കാണുന്നത് പോലെ ഒരു സൂര്യ തേജസ് പോലെ എന്തെങ്കിലും ജനിച്ചു വീണപ്പോൾ അത്ഭുതകരമായി ഉണ്ടായിരുന്നോ ഒന്നും അതിൻ്റെ അർത്ഥമില്ല. പക്ഷേ അതൊരു വിശ്വാസത്തിൻ്റെ തിരിച്ചറിവായിരുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ തിരിച്ചറിവിൽ എൻ്റെ കുഞ്ഞിന് എന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മ 3 മാസത്തോളം രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ആ കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. നോക്കണേ, എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ശത്രുവിൻ്റെ തീയമ്പുകളെ അതിനെ കെടുത്തുവാൻ തക്കവണ്ണമുള്ള, അല്ലെങ്കിൽ അതിനെ തടയാൻ തക്കവണ്ണമുള്ള വിശ്വാസത്തിൻ്റെ പരിച എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പരിച എബ്രായ ലേഖനം വളരെ കൃത്യമായി പറയുകയാണ്. വിശ്വാസത്താൽ കുഞ്ഞിൻ്റെ ജനനത്തിങ്കൽ അമ്മ ദിവ്യസുന്ദരൻ എന്ന് കണ്ടു, ഡിവൈൻ ചൈൽഡ് എന്ന് കണ്ടു. 4-ാം തലമുറ മടങ്ങി വരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉണ്ടായിരുന്നു, നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഈ 4-ാം തലമുറ മടങ്ങി വരുമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഉള്ളതുകൊണ്ട് തന്നെ ആ അമ്മയ്ക്ക് ആ വാഗ്ദത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നൊന്നും അവിടെ എഴുതിയിട്ടില്ല. പക്ഷേ തൻ്റെ കുഞ്ഞിൽ ഒരു ദൈവികത, ഒരു ദൈവിക വിളി ആ അമ്മ കണ്ടതുകൊണ്ട് തൻ്റെ വിശ്വാസത്താൽ ആ പ്രതിസന്ധിയെ അവർ തരണം ചെയ്തു. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ കുഞ്ഞിനെ ഒളിപ്പിക്കാനായിട്ട് പറ്റിയുള്ളൂ. പിന്നീട് നമുക്കറിയാം, ഒരു പെട്ടകം വാങ്ങുന്നു, നദിയിലേക്ക് വിടുന്നു, ഫറവോൻ്റെ പുത്രി തക്ക സമയത്ത് അവിടെ വരുന്നു, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നു. വിശ്വാസത്തിൻ്റെ ചുവടുകൾ പിന്നീട് വലിയ റിസൾട്ടിലേക്കാണ് ഇവിടെ കൊണ്ടുവരുന്നത്. രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നോക്കിക്കേ, ഞാൻ മെലീത്തയിലേക്ക് വരുമ്പോൾ ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യേശുവിൻ്റെ ജനനത്തിങ്കൽ പോലും യേശുവിനെ കൊല്ലാനായിട്ട് വലിയ കൽപ്പനകൾ ആ സമയത്ത് പുറപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ദൈവത്തിൻ്റെ ആലോചനകളും ദൈവിക അരുളപ്പാടുകളും ഒക്കെ അതിൻ്റെ പിന്നാലെ വന്നപ്പോൾ, ദൈവദൂതന്മാരുടെ ഇടപെടലുകൾ, സ്വപ്നത്തിലൂടെയുള്ള ദൈവിക ഇടപെടലുകളൊക്കെ വന്നപ്പോൾ, ആ ദൈവ പദ്ധതിയെ ഇല്ലാതാക്കാൻ ശത്രു കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ദൈവരാജ്യത്തിൻ്റെ ഇടപെടലുകൾ അതിൻ്റെ അകത്തുണ്ടായി. ദൈവദൂതന്മാർ ആ വിഷയത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി. സ്വപ്നങ്ങളിലൂടെയും അരുളപ്പാടുകളിലൂടെയും മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ട് ശത്രുവിൻ്റെ കണ്ണുകളിൽ നിന്ന്, അവൻ്റെ പദ്ധതികളിൽ നിന്ന് മാറ്റി 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 ആ ഒരു ദൈവിക ഉദ്ദേശം അത് നടപ്പാക്കപ്പെട്ടു എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. യേശുവിൻ്റെ ശുശ്രൂഷ സമയത്ത് തന്നെ ഹേരോദാവ് വീണ്ടും വരികയാണ്. ഹേരോദ്യ കുടുംബത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 2 ഹേരോദാവും ഒരാളല്ല. എന്നിട്ട് പരീശന്മാർ യേശുവിനോട് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ, നിന്നെ ഹേരോദാവ് കൊല്ലാനായിട്ട് നോക്കുന്നു. ഹേരോദാവിനെ കുറുക്കനോട് പോയി പറയാ എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ 2 ദിവസം ഭൂതങ്ങളെ പുറത്താക്കും, ദൈവരാജ്യം പ്രസംഗിക്കും, 3-ാം നാൾ സമീപിക്കും. അതായത് നിൻ്റെ വെല്ലുവിളികളും നീ ഇല്ലാതാക്കും എന്ന് പറയുന്നതൊന്നും വിലപ്പോകില്ല. ഇത് ചെയ്യാനായിട്ടുള്ളതാണ്. പിതാവിനെ ഏൽപ്പിച്ചത് ഞാൻ പൂർത്തീകരിക്കുമെന്നുള്ള ധൈര്യത്തോടെ മുൻപോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം ഈ വചന ശുശ്രൂഷയെ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ഗൗരവമായ ചില ആത്മീക ചിന്തകൾ
ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളിതിൻ്റെ ഈ ഒരു ദൈവജന സന്ദേശത്തിൻ്റെ ആരംഭ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ മെലീത്ത എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കപ്പൽ തകർന്ന് 276 ആളുകളാണ് അവിടെ എത്തുന്നത്. അതിൻ്റെ അകത്ത് തടവുകാരുണ്ട്, കപ്പൽ പ്രമാണിയുണ്ട്, അങ്ങനെയുള്ള ആളുകളെല്ലാം അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ കൊള്ളാത്തവരുണ്ട്, ഗുണമില്ലാത്തവരുണ്ട്, തടവുകാരുണ്ട്, കൊള്ളക്കാരുണ്ടാകാം, കൊലപാതകന്മാരുണ്ടാകും. ഇവരെയും കൊണ്ട് എല്ലാം ഒന്നിച്ചുള്ള യാത്രയാണ്. കാരണം തടവുകാർ രക്ഷപ്പെടാതിരിക്കാനായിട്ട് അവിടെ പടയാളികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നെ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ച ചില ആലോചനകൾ ഞാൻ നിങ്ങളോട് പറയാം. തടവുകാരുടെ കയ്യിലോ കൊള്ളക്കാരുടെ കയ്യിലോ കൊലപാതകന്മാരുടെ കയ്യിലോ ഒന്നും അണലി ചുറ്റിയില്ല, അണലി കയ്യിൽ കയറി പിടിച്ചില്ല. അണലി എവിടെയാണ് പിടിച്ചത്? ദൈവത്തിന് പ്രയോജനമുള്ള, ദൈവരാജ്യം പ്രസംഗിക്കുന്ന, ദൈവഹിതത്തിൻ്റെ അകത്ത് ജീവിക്കുന്ന, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ട് യാത്ര ചെയ്യുന്ന പൗലോസിൻ്റെ കയ്യിലാണെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നും ദൈവത്തിന് കൊള്ളാവുന്ന, ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ള, ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ടുന്ന ചിലതിനെ ശത്രു ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ലക്ഷ്യമിടുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് കയറി പറ്റുമ്പോൾ അവിടെ സംഭവിക്കുന്നൊരു കാര്യം, ഇനിയും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാനായിട്ട് വളരെ നേരം അവിടെയുള്ള ആളുകൾ കാത്തു നിന്നു. അവർ പറയുന്നൊരു കാര്യം, ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതി ദേവി ഇവനെ ജീവനോടെ ഇരിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അപ്പം അതാരാണ്? നീതി ദേവി ആണ്. ആരാണ് ഈ നീതി ദേവി? പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ കർത്താവ് അയച്ചത് നമുക്കറിയാം, ഇല്ലേ? സ്വപ്നങ്ങളിലും ദർശനങ്ങളിലുമൊക്കെ മൃഗങ്ങളെ ദൈവം കാണിക്കുന്നതിൻ്റെ അർത്ഥം ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. അന്ന് ഒരുപാട് പ്രിയപ്പെട്ടവർ എനിക്ക് മെസ്സേജ് അയച്ച് അവരുടെ ആത്മീക കണ്ണുകൾ തുറക്കാൻ ആ തിരുവചന സന്ദേശം സഹായകമായി എന്ന് പറഞ്ഞു. അതാരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കാണുക. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞൊരു കാര്യം ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. നെബൂഖദ്നേസർ എന്ന് പറയുന്ന ഈ ലോകത്തിൻ്റെ രാജാവിന് ദൈവം സ്വർണം, വെള്ളി, താമ്രം അതുപോലെയുള്ള സൗന്ദര്യമുള്ള അല്ലെങ്കിൽ തിളങ്ങുന്ന ലോഹങ്ങളാണ് കാണിച്ചു കൊടുത്തത്. പക്ഷേ ദൈവഭക്തന് മൃഗങ്ങളെയാണ് ദൈവം കാണിച്ചത്. അതായത് മൃഗസ്വഭാവങ്ങളും ആ സാമ്രാജ്യങ്ങളുടെ യഥാർത്ഥമായ സ്വഭാവവുമാണ്. പോട്ടെ, ഞാനവിടെ നിൽക്കുന്നില്ല. ഈ ഒരു ഭാഗത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. വിഷയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കല്ലോ. ശ്രദ്ധിച്ച് കേൾക്കുക പ്രിയപ്പെട്ടവർ. ഇവിടെ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവൻ്റെ കയ്യിലാണ് ഇത് കയറി പറ്റിയത്. ശിഷ്യന്മാരെയൊക്കെ കർത്താവ് പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അടുത്തത് സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത് ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. പക്ഷേ ഇതിനെ മെതിക്കുമ്പോൾ ഇത് നമുക്ക് ദോഷം ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതായത് അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. പൗലോസിൻ്റെ കയ്യിൽ അണലി പറ്റിയപ്പോഴും അദ്ദേഹത്തിനൊന്നും സംഭവിക്കാതിരുന്നതിൻ്റെ പിന്നിലെ കാരണം നമ്മളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അദ്ദേഹം പരിശുദ്ധാത്മാവിൽ ബന്ധിതനായിട്ടാണ് യെരുശലേമിലേക്ക് യാത്ര ചെയ്തു പോകുന്നത്. പരിശുദ്ധാത്മാവിൽ ബന്ധിതനായിട്ട് പല സമയത്തും ദൈവാത്മശക്തിയുടെ അഭാവവും ദൈവകൃപയുടെ അഭാവവും ദൈവിക വിശുദ്ധിയുടെ അഭാവവും ഒക്കെ ചില മുറിവേൽക്കലുകൾ നമുക്കുണ്ടാകാനായിട്ടിടയായിത്തീരും. ശത്രു നമുക്കെതിരെ പ്രയോഗിക്കുന്ന അവൻ്റെ തന്ത്രങ്ങളെ ജയിക്കണമെങ്കിൽ ദൈവകൃപയിലും വിശുദ്ധിയിലും ആത്മീക വെളിപ്പാടിലും മുമ്പോട്ട് പോകുന്നവർക്ക് മാത്രമേ കഴിയത്തുള്ളൂ. കഴിവുണ്ടായിട്ടും പ്രയോജനപ്പെടേണ്ട തരത്തിൽ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും അങ്ങനെയുള്ള ചിലത് ഇടയിൽ വെച്ച് പിന്മാറിപ്പോകുന്നത്, ഇല്ലാതെയായി പോകുന്നതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥമായ കാരണമെന്ന് പറയുന്നത് പല സമയങ്ങളിലും ദൈവത്തോടുള്ള ഒരു ഉറ്റ ബന്ധവും ദൈവത്തോടുള്ള ആ ഒരു ആത്മീക കൂട്ടായ്മയും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കഴിവ് മാത്രം പോരാ, കൃപയും പരിശുദ്ധാത്മശക്തിയും ആത്മനിറവും വചനത്തിൻ്റെ അകത്ത് ഉറപ്പും നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. കയ്യിൽ പറ്റട്ടെ,
ആ അണലി എന്താണ് ഈ അണലി വൃക്ഷത്തിൻ്റെ പ്രത്യേകത നമുക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഈ രാജവെമ്പാലയാണ് ഏറ്റവും അപകടകാരിയായ പാമ്പെന്നാണ്. ഇന്ത്യയിലെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ ഏറ്റവും അപകടകാരിയായ പാമ്പ് രാജവെമ്പാലയാണെങ്കിലും ഏറ്റവും കുറവ് മരണം രാജവെമ്പാല കടിച്ചിട്ടാണ്. മൂർഖനും അങ്ങനെയൊക്കെ തന്നെയാണ്. അണലി എന്ന് പറയുന്നത് ഏറ്റവും അപകടകാരിയായ പാമ്പാണ്. പാമ്പ് പിടുത്ത് ഞാൻ പാമ്പിൻ്റെ ക്ലാസ്സല്ല, പക്ഷേ പാമ്പിനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഏറ്റവും അപകടകാരിയായ ഒരു പാമ്പെന്ന് പറയുന്നത് ഈ അണലിയാണ്, വൈപ്പറാണ്. അതായത് ഒരു അണലിയുടെ കുഞ്ഞ് പോലും കടിച്ചാൽ ഒരാൾക്ക് മരണം സംഭവിക്കും. അത്ര അപകടകരമായിട്ടുള്ള പെട്ടെന്ന് നമ്മുടെ രക്തത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ന്യൂറോടോക്സിക് അല്ല, അങ്ങനെ പെട്ടെന്ന് നമ്മുടെ രക്തത്തിലേക്ക് വളരെ വേഗത്തിൽ പോകുന്ന തരത്തിലുള്ള അപകട മരണം അതിന് സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി ഈ അണലി മറ്റാരുടെ കയ്യിലും കടിക്കാതെ ഈ അഭിഷിക്തൻ്റെ കയ്യിലേക്ക് കടിച്ചു. ദൈവകൃപയുള്ളവൻ്റെ കയ്യിൽ പറ്റി, കടിച്ചെന്നല്ല പറ്റി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കടിച്ചിട്ടുണ്ടാകാം, പക്ഷേ അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഭയം അവിടെ ഉണ്ടാകുന്നില്ല. അയ്യോ ഞാനിപ്പോൾ ചാകാൻ പോകുന്നേ, ഞാനിപ്പോൾ മരിക്കാൻ പോകുന്നേ, എനിക്കിത് പറ്റിയേ എന്നൊന്നുമില്ല. അദ്ദേഹം ആ തീയിലേക്ക് അതിനെ കുടഞ്ഞു കളയുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ ശക്തിയാൽ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് വിടാത്ത ചിലതിനെ തിരിച്ചറിയാനായിട്ടുള്ള വലിയ ദൈവകൃപയും ആത്മീക വെളിപ്പാടും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇതുണ്ടാകും, ഇത് നമ്മുടെ മനസ്സിൽ കരുതണം. ഇതിനാണ് ഞാൻ മോശയെക്കുറിച്ചൊക്കെ പറഞ്ഞത്. മോശ എന്ന് പറയുന്ന ഒരു വ്യക്തി പുറത്തു വരുന്നതിൻ്റെ പിന്നിലെ കാരണം തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ആ ഒരു അമ്മയുടെ വിശ്വാസത്തിൻ്റെ ചുവടാണ്. എല്ലാ കുഞ്ഞുങ്ങളും മരിച്ചു വീഴുമ്പോഴും ആ കുഞ്ഞിനെ ജീവനോടെ രക്ഷിക്കാൻ തക്കവണ്ണം ദൈവിക വിശ്വാസത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോയി തൻ്റെ കുഞ്ഞിൽ ഒരു വാഗ്ദത്ത സന്തതിയെ കണ്ട ഈ ഒരു അമ്മയ്ക്ക് കൊടുക്കണ്ടേ മാർക്ക്? ഈ ഒരു അമ്മയെ നമ്മളൊന്ന് ആദരിക്കണ്ടേ? ഇന്നും സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മുടെയൊക്കെ തലമുറകളും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരും നമ്മുടെയൊക്കെ കൂട്ടു സഹോദരങ്ങളുമൊക്കെ അവർ ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവരാണെന്നും എൻ്റെ സന്തതിയും എൻ്റെ പ്രിയപ്പെട്ടവരിലും അവരൊരു അഭിഷേകമുള്ളവരും വിളിയുള്ളവരും തെരഞ്ഞെടുപ്പുള്ളവരാണെന്ന് ഒരമ്മ കണ്ട് അതിൻ്റെ ചുവടുകൾ എടുക്കാൻ തയ്യാറായാൽ, വിശ്വാസത്തിൻ്റെ പരിചയം ഉപയോഗിക്കാൻ ഏറ്റവും വലിയൊരു ആയുധം എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ പരിചയമാണ്. വിശ്വാസത്തിൻ്റെ ചുവടുകൾ വെക്കുക. ആ വിശ്വാസത്തിൻ്റെ ചുവടുകളിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അദ്ദേഹം അതിനെ കുടഞ്ഞ് അവിടേക്ക് എറിയുകയാണ്. അടുത്തത് ചുറ്റുപാടും കാത്തു നിൽക്കുന്നവർ നോക്കിയാണ് ഇനി ഇവന് എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അതിൻ്റെ അകത്തൊക്കെ എനിക്ക് ഒത്തിരി നിൽക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്നും പ്രാർത്ഥിക്കുന്നവൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവൻ്റെ ജീവിതത്തിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അവൻ്റെ കുടുംബത്തിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? അവൻ്റെ തലമുറയിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. ഏറെ നേരം കാത്തു നിന്നുവെന്നാണ് ദൈവാത്മാവോടെ എഴുതിയിരിക്കുന്നത്. നോക്കിക്കേ, അക്ഷരാർത്ഥത്തിൽ ഇതെത്ര ശരിയാണല്ലേ പ്രിയപ്പെട്ടവരെ? ഇന്നും നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചില്ല. യഥാർത്ഥമായ ദൈവകൃപയും അഭിഷേകവും ആത്മശക്തിയും നമ്മളിൽ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ഏത് പ്രതികൂലങ്ങൾ വരട്ടെ, ഏത് പ്രതിസന്ധികൾ വരട്ടെ, എത്ര ശത്രുവിൻ്റെ തന്ത്രങ്ങൾ നിങ്ങൾക്കെതിരെ ഉയർന്നു വരട്ടെ, പക്ഷേ അതിന് നിങ്ങളെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒറ്റ കാര്യമുള്ളൂ, ദൈവകൃപയ്ക്കകത്ത് നമ്മളായിരിക്കുക എന്നുള്ളതാണ്. കൃപയാൽ, പരിശുദ്ധാത്മ ശക്തിയാൽ ഇതിനെ ജയിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. പിന്നീട് അവിടെ സംഭവിച്ചത് എന്താണ്? അദ്ദേഹം അതിനെ തീയിൽ കുടഞ്ഞു കളയുന്നു. പ്രിയപ്പെട്ടവരെ, അടുത്തത് പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു ദ്വീപ് പ്രമാണി വരുന്നു. സൗഖ്യങ്ങൾ നടക്കുന്നു, ദൈവരാജ്യത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നു, ശുശ്രൂഷകൾ വെളിപ്പെടുന്നു, ദൈവപ്രവൃത്തി അവിടെ ഉണ്ടാകാനായിട്ട് തുടങ്ങുന്നു. ഒടുവിൽ മരണം കാത്തു നിന്നവർ സമ്മാനങ്ങൾ നൽകി പറഞ്ഞയക്കുകയാണ്. സമ്മാനങ്ങൾ നൽകി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേലുള്ള ഒരു ദൈവകൃപ ഒരു സ്ഥലത്ത് വെളിപ്പെട്ടാൽ അതിൻ്റെ പിന്നിൽ ചില നന്മകളും നമുക്കുണ്ടാകും. ചില ആദരവുകൾ ദൈവത്തെ പ്രതി നമുക്ക് ലഭിക്കും. ചില മാന്യതകൾ ദൈവം നമുക്ക് തരും. വിശ്വാസത്തിന് വേണ്ടിയൊക്കെ വില കൊടുത്ത് ഇറങ്ങിത്തിരിക്കുമ്പം ഇനി ഇവൻ്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, ഇവൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെ നോക്കി നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, ഇല്ലേ? ദൈവത്തിന് സ്തോത്രം. അവരുടെയൊക്കെ മുന്നിൽ മാനിച്ച് വഴി നടത്താൻ തക്കവണ്ണം സർവശക്തനായ ദൈവം വിശ്വസ്തനാണ്. നമുക്കൊരു ബന്ധവും ഒരു വലിയ ഉറപ്പും ദൈവസന്നിധിയിൽ ധൈര്യവും ഉണ്ടെങ്കിൽ നാളുകളിൽ
ദൈവം ചിലതിനെ അതെ തെളിയിച്ചു കൊണ്ടുവരുന്ന ദൈവമാണ്. ഏറ്റവും വലുത് നമ്മുടെ അകത്ത് പകർന്നിരിക്കുന്ന ദൈവാത്മ ശക്തിയാണ്. അത് മനസ്സിലാക്കുക, അത് തിരിച്ചറിയുക. ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാനുള്ള ദൈവിക അധികാരം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക. ദൈവത്തോടു കൂടെ നിന്ന് വലിയ ജയത്തെ നേടുന്നവരായി നമുക്ക് മാറാം. അല്ലാതെ ഭയപ്പെട്ട് ഭീരുക്കളായി മുമ്പോട്ട് പോകാനായിട്ടല്ല. കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കരുണയുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല കർത്താവേ, ഞങ്ങൾ ദൈവസന്നിധിയോട് അടുത്ത് വരുന്നു. പ്രത്യേകമായ ആത്മീക ബലവും ധൈര്യവും ഞങ്ങളുടെ മേലൊക്കെ ദൈവം പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി അവരുടെ മേൽ പകരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും ഒക്കെ തരണം ചെയ്യുവാനുള്ള പ്രത്യേകമായ ദൈവകൃപ പകർന്ന് കർത്താവ് വഴി നടത്തണം. അത്ഭുതങ്ങളെ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.